സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ കഥയിലേക്ക് കിടക്കാം. എന്റെ പേര് മധു ജെ പിള്ള. എനിക്കിപ്പോൾ 23 വയസ്സായി. ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പോളിക്ക് പഠിക്കുന്നു. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അച്ഛനെ കൂട്ടാണ് ഇരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. നല്ല വെളുത്ത് കുട്ടിക്കുറുമനെ പോലെ. സന്തോഷ് പിള്ള എന്നാണ് അച്ഛന്റെ പേര്. അച്ഛനിപ്പോൾ ഒരു 53 വയസ്സ് പ്രായം വരും. അച്ഛനെ കാണാൻ ഒരു 6 അടിയോളം ഹൈറ്റ് വരും. അതിന് തക്ക ശരീരവും എല്ലാം കൊണ്ടും അമ്മയ്ക്ക് പറ്റിയ ആള് തന്നെയാണ് അച്ഛൻ. അമ്മയെ അച്ഛൻ പൊന്നുപോലെയാണ് നോക്കുന്നത്. അമ്മ എന്തു പറഞ്ഞാലും അച്ഛൻ മറുത്തൊരക്ഷരവും പറയാറില്ല. അച്ഛന്റെ അച്ഛന് കരുനാഗപ്പള്ളി ചന്തയിൽ ഹോൾസെയിൽ പലചരക്ക് കടയായിരുന്നു. അപ്പൂപ്പൻ മരിച്ചപ്പോൾ അച്ഛനാണ് അതെല്ലാം നോക്കി നടത്തുന്നത്. 4-5 തലമുറയ്ക്ക് കഴിയാനുള്ളത് അപ്പൂപ്പൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇതൊന്നും പോരാതെ ഇപ്പോൾ അച്ഛൻ കുവൈറ്റിലാണ്. അവിടെ നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. പണമുള്ളവർക്കാണല്ലോ പിന്നെയും പിന്നെയും ഉണ്ടാക്കണമെന്ന് തോന്നുന്നത്. വീട്ടിൽ എന്നെ കൂടാതെ എനിക്കൊരു പെങ്ങളുണ്ട്. അവളിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു. അവളുടെ പേര് മായ. അവൾ അമ്മയുടെ കൂട്ടാണ് ഇരിക്കുന്നത്. ഇനി അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ പേര് അശ്വതി. ഇപ്പോൾ അമ്മയ്ക്കൊരു 45 വയസ്സ് പ്രായം വരും. നല്ല വെളുത്ത് ചുവന്ന് ആര് കണ്ടാലും ഒന്ന് നോക്കും. അറിയാത്തവർ ആരെങ്കിലും അമ്മയെ കണ്ടാൽ ഏതോ ഒരു ഇല്ലത്തെ തമ്പുരാട്ടിയാണെന്ന് പറയും. അത്രയ്ക്ക് കളറാണ് അമ്മയ്ക്ക്. രാവിലെ അടുക്കളയിൽ എന്തോ ധൃതിയിൽ ജോലി ചെയ്യുകയാണ് അമ്മ. ഞാൻ കുളിച്ച് ഫ്രഷായി അടുക്കളയിലേക്ക് ചെന്നപ്പോഴേക്ക് അമ്മ അടുക്കളയിൽ എന്തോ ധൃതിയിൽ ജോലി ചെയ്യുകയാണ്. അമ്മേ, മായ എന്തിയേ? ഞാൻ ചോദിച്ചു. അവള് രാവിലെ കോളേജിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അടുക്കളയിലോട്ടങ്ങ് കണ്ടതേയില്ലെന്ന്. നിനക്കിന്ന് പഠിക്കാനൊന്നും പോകണ്ടേ? അതും പറഞ്ഞ് അമ്മ എന്നെ ഒന്ന് നോക്കി. അമ്മ, ഈ ചേട്ടൻ എവിടെയോ ഒരു ലൈൻ ഉണ്ട് കേട്ടോ, അത് നാട്ടിൽ മൊത്തം പാട്ടാ. അതും പറഞ്ഞുകൊണ്ടാണ് മായ അടുക്കളയിലേക്ക് വന്നത്. പെട്ടെന്ന് അവളുടെ ആ സംസാരം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇവളിതെങ്ങനെ അറിഞ്ഞു? ഞാനൊന്നും അറിയാത്തതുപോലെ നിന്നു. ദാണ്ട വന്നമ്മേ, അമ്മയുടെ പുന്നാര മോള്. BBC ഇന്നത്തെ പുതിയ ന്യൂസായിരിക്കും. ഞാനൊന്നും അറിയാത്തതുപോലെ അവളെ കളിയാക്കി. ഇവളെ ചുമ്മാതെ പറയുന്നതാ അമ്മേ. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇവൾ അതും പറയും, അതിനപ്പുറവും പറയും. എന്നിട്ട് ഞാൻ അവളെ അടിക്കാനായിട്ട് ഓടിച്ചു. താണ്ടെ, രണ്ടുപേരും പഠിച്ചൊരു ജോലി മേടിക്കാൻ നോക്ക്. പോയേ ചുമ്മാതെ പിള്ളേര് കളിച്ച് നടക്കാതെ. പിന്നെ ഒരു കാര്യമുണ്ട്. നിനക്ക് നാളെ കോളേജിൽ പോണോ? എന്താ അമ്മേ കാര്യം? എടാ, അച്ഛൻ നാളെ വരുന്നുണ്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. അച്ഛനെ വിളിക്കാൻ നാളെ നീ എയർപോർട്ടിൽ ചെല്ലണമെന്ന്. അതിനെന്താ അമ്മേ, കോളേജിൽ നാളെ പോകണ്ട. എയർപോർട്ടിൽ ഞാൻ പോയിക്കോളാം. എനിക്ക് അച്ഛൻ വരുന്നെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. വീട്ടിൽ കാറുണ്ട്. അങ്ങനെ പിറ്റേന്ന് വെളുപ്പിനെ തന്നെ അച്ഛനെ വിളിക്കാൻ ഞാനും അമ്മയും കൂടി എയർപോർട്ടിലേക്ക് പോയി. അമ്മ വെളുപ്പിനെ തന്നെ കുളിച്ച് ഒരു സെറ്റ് സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായിട്ടാണ് വന്നത്. അച്ഛൻ വന്നൊരു 10-11 മണി ആയപ്പോഴേക്കും ഞങ്ങൾ അവിടുന്ന് കാറിൽ വീട്ടിലേക്ക് തിരിച്ചു. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കാറിലിരുന്ന് അമ്മയെ നോക്കുന്നുണ്ട്. അമ്മയും അച്ഛനെ നോക്കി ഒരു നാണിച്ച ചിരി ചിരിച്ചുകൊണ്ട് ഞാനിരിക്കുന്നെന്ന് കണ്ണുകൊണ്ട് ആംഗ്യവും കാണിക്കുന്നുണ്ട്. ഞാനൊന്നും അറിയാത്തതുപോലെ ഇരുന്ന് ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അച്ഛൻ എനിക്കൊരു ഐഫോൺ കൊണ്ടുവന്നു. എനിക്കാണെങ്കിൽ സന്തോഷം അടക്കാനായില്ല. പെങ്ങൾക്കും കുറെ തുണികളും ഓർണമെന്റ്സും എല്ലാം കൊണ്ടുവന്നു. അവൾക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ അന്നത്തെ ദിവസം വളരെ സന്തോഷകരമായി അത്താഴമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഹാളിലിരുന്ന് ടിവിയും കണ്ടുകൊണ്ടിരുന്നു. കൂടെ അച്ഛനും ഉണ്ട്. അമ്മയും പെങ്ങളും കൂടി അടുക്കളയിൽ പാത്രം കഴുകലും മറ്റും നടത്തുകയാണ്. കുറച്ചു കഴിഞ്ഞ് അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞ് അമ്മ ഹാളിലേക്ക് വന്നു. ഞാൻ ഇടയ്ക്ക് ടിവിയിൽ നിന്ന് കണ്ണെടുത്ത് അമ്മയെ ഒന്ന് നോക്കി. അമ്മയും അച്ഛനും കൂടി കണ്ണും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു. ഇടയ്ക്ക് അമ്മയുടെ മുഖം നാണം കൊണ്ട് ചുമക്കുന്നത് ഞാൻ കണ്ടു. കുറച്ചു കഴിഞ്ഞ് ഞാൻ കിടക്കാൻ പോകുവാണെന്നും പറഞ്ഞ് എന്റെ മുറിയിലേക്ക് പോയി. ഞാൻ ബെഡിൽ പോയി കിടന്നതും യാത്രാക്ഷീണം കൊണ്ടായിരിക്കണം, പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. രാത്രി ഒരു 1 മണിയായി കാണും. ഞാൻ ഞെട്ടി ഉണർന്നു. ഭയങ്കര ദാഹം. രാത്രിയിൽ വെള്ളമെടുത്ത് വെക്കാൻ മറന്നുപോയി. എന്നും അമ്മ വെള്ളമെടുത്ത് വെക്കാറുള്ളതാണ്. ഇന്ന് അച്ഛൻ വന്ന സന്തോഷത്തിൽ അമ്മ മതിമറന്ന് നടക്കുവാണ്. അതുകൊണ്ടായിരിക്കണം മറന്നുപോയത്. ഞാൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. അമ്മ കിടക്കുന്ന മുറിയുടെ അടുത്തുകൂടെയാണ് അടുക്കളയിലേക്ക് പോകേണ്ടത്. ആ മുറിയുടെ അടുത്തെത്തിയപ്പോൾ എന്തോ അടക്കിപ്പിടിച്ച ഒരു ശബ്ദം കേട്ടു. ഞാൻ അവിടെ നിന്നു. എനിക്ക് കാര്യം മനസ്സിലായി. ഇത്രയും സമയമായിട്ടും സിനിമ തീർന്നില്ലേ? ഞാൻ മനസ്സിൽ ഊറിച്ചിരിച്ചു.
എങ്കിലും അതൊന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിൽ ഞാൻ താക്കോൽ ദ്വാരത്തിലൂടെ അകത്തേക്കൊന്ന് നോക്കി. ആ കാഴ്ച കണ്ട് ശരിക്കും ഞാൻ ഞെട്ടിയെന്ന് തന്നെ പറയാം. ഇതുവരെയും ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. അത് കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അമ്മ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ അങ്ങോട്ട് നടക്കുന്നില്ലെന്ന്. പിറ്റേന്ന് രാവിലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ താമസിച്ചാണ് എഴുന്നേറ്റത്. എളുപ്പം തന്നെ ബാത്റൂമിൽ പോയി പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. എന്നെ കണ്ടതും അമ്മ ചോദിച്ചു, "ഡാ, ഇപ്പോഴാണോ നീ എഴുന്നേൽക്കുന്നത്? ഇപ്പോ സമയം എന്താണെന്ന് നോക്കിയേ." ഞാനൊന്നും മിണ്ടിയില്ല. അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു. അമ്മയെ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ തലേന്ന് നടന്ന കാര്യങ്ങളായിരുന്നു. "അമ്മേ, അവളെന്തി അമ്മേ?" ഞാൻ അമ്മയോട് ചോദിച്ചു. "അവൾ അച്ഛൻ്റെ അടുത്തിരിക്കുന്നു," അമ്മ പറഞ്ഞു. ഞാൻ നേരെ സിറ്റ് ഔട്ടിലേക്ക് ചെന്നപ്പോൾ അവൾ അച്ഛന്റെ കൂടെ ഇരിക്കുന്നു. അച്ഛൻ മോളെ കൊഞ്ചിക്കുകയാണ്. എന്റെ മോക്ക് അച്ഛൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇഷ്ടമായോ? അച്ഛൻ ചോദിച്ചു. "ആ, ഇഷ്ടമായച്ചാ." "അച്ഛാ, അച്ഛാ, എനിക്കും ചേട്ടന് കൊണ്ടു കൊടുത്ത പോലെ ഒരു ഫോൺ കൊണ്ടു തരണേ." "മോൾക്ക് ഇപ്പോഴൊരു ഫോൺ ഉണ്ടല്ലോ കയ്യില്. ഇപ്പോൾ നീ അത് യൂസ് ചെയ്യേ. അടുത്ത വരവിന് എന്റെ മോൾക്ക് അതിനേക്കാൾ കൂടിയൊരു ഫോൺ അച്ഛൻ വാങ്ങിക്കൊണ്ടുവരാം." "ഓ, എന്റെ പൊന്നാരെ അച്ഛൻ." അവൾ സന്തോഷം കൊണ്ട് അച്ഛന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. "അച്ഛാ, അച്ഛൻ എന്നാ തിരിച്ചു പോകുന്നത്?" ഞാൻ ചോദിച്ചു. "എനിക്ക് ഉടനെ പോണോടാ." "പിന്നെന്തിനാ അച്ഛൻ വന്നത്?" "അല്ല മോനെ, കുറച്ച് ജോലി ചെയ്തു തീർക്കാനുണ്ട്. ചന്തയിലെ കടയിൽ ചെറുതായിട്ടൊരു തിരിമറി നടന്നതായിട്ടൊരു സംശയം തോന്നി. അതിനാണ് അച്ഛൻ ഇപ്പൊ ഓടി വന്നത്. അല്ലെങ്കിൽ അടുത്ത മാസത്തിലേ വരത്തുള്ളായിരുന്നു ഞാൻ." ഞാനൊന്ന് മൂളി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി 2 ദിവസം അടിച്ചു പൊളിച്ചു. വീട്ടിലൊരു ഉത്സവമായിരുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ നാളെ അച്ഛൻ പോവുകയാണ്. നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് ഫ്ലൈറ്റ്. രാവിലെ അച്ഛനെയും കൊണ്ട് എയർപോർട്ടിൽ പോണം. കൊണ്ടുവിടാൻ ഞാൻ ഒറ്റയ്ക്കേ പോകുന്നുള്ളൂ. രാത്രിയിൽ ഒരു ചെറിയ ഫംഗ്ഷൻ പോലെയായിരുന്നു. വിവിധതരം ഫുഡും. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞിരുന്ന് ആഹാരമെല്ലാം കഴിച്ചു. പതിവ് പോലെ ഞാൻ ടിവിയുടെ മുമ്പിലേക്ക് പോയി. അച്ഛൻ കുറച്ചുനേരം എന്റെ അടുത്തിരുന്നിട്ട് നേരെ കിടക്കാനായിട്ട് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം പറക്കി ഒതുക്കി വെച്ച് അമ്മ അങ്ങോട്ടേക്ക് വന്നു. ഞാൻ അമ്മയെ ഒന്ന് നോക്കി. അമ്മയാണെങ്കിൽ കുളിച്ചു സുന്ദരിയായിരിക്കുന്നു. നാളെ അച്ഛൻ പോവുമല്ലേ, അതിന്റെ ആയിരിക്കും, ഞാൻ മനസ്സിൽ ഓർത്തു. അങ്ങനെ ഞാൻ കുറച്ചു നേരം കൂടി TV കണ്ടതിന് ശേഷം ഞാൻ പോയി കിടന്ന് സുഖമായി ഉറങ്ങി. പിറ്റേന്ന് അച്ഛനെ എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് വന്നപ്പോഴാണ് ഞാൻ അമ്മയുടെ മുഖം ശ്രദ്ധിച്ചത്. അമ്മയുടെ മുഖം ആകെ വിഷമിച്ചിരിക്കുന്നതായി എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, "അമ്മ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? അച്ഛൻ പോയതുകൊണ്ടാണോ?" അമ്മ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. "അമ്മ വിഷമിക്കണ്ട, അച്ഛനിങ്ങ് വരത്തില്ലേ?" ഞാൻ അമ്മയെ സമാധാനിപ്പിച്ചു. "ഓ, അച്ഛന്റെ വരവല്ലയോടാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ എത്ര ദിവസം ഇവിടെ നിന്നു. ഇനി ഇതുപോലെ എന്നെങ്കിലും കയറി വരൂ. ചുമ്മാതെ മനുഷ്യനെ മെനക്കെടുത്താൻ, കാള പശുവിനെ മെനക്കെടുത്തുന്നത് പോലെ." അമ്മയ്ക്ക് ദേഷ്യം വരുന്നെന്ന് തോന്നി. അമ്മയുടെ പറച്ചിൽ കേട്ട് എനിക്ക് ഉള്ളിൽ ചിരി വന്നു. ഞാൻ ഓർത്തു, അമ്മ പറഞ്ഞതും ശരിയാ. അവരും മജ്ജയും മാംസവും ഒക്കെയുള്ള ഒരു സ്ത്രീയല്ലേ. ഇപ്പോൾ തന്നെ എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്? ഇനി എത്ര നാൾ കൂടി? ഇനി ഇതെല്ലാം ഷഷ്ടിപൂർത്തി കഴിഞ്ഞാണോ? അച്ഛനാണെങ്കിൽ പണം പണം പണം. അല്ലെങ്കിൽ ഇവിടുത്തെ കടകളും നോക്കി നിന്നാൽ പോരെ. അമ്മയെ സമ്മതിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു, "അമ്മ വിഷമിക്കേണ്ട, അമ്മയ്ക്ക് ഞാനുണ്ട്. അച്ഛൻ നടന്ന് പണം ഉണ്ടാക്കട്ടെ. അമ്മയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി." അതും പറഞ്ഞ് ഞാൻ അമ്മയുടെ കവിളിൽ ഒരു നുള്ളു കൊടുത്തു. അമ്മയുടെ മുഖം പൂർണ്ണചന്ദ്രനെ കണക്ക് തിളങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പെട്ടെന്ന് അമ്മ പറഞ്ഞു, "ആ, എനിക്ക് എന്റെ മോൻ മതി. അങ്ങേരിനി എന്നെങ്കിലുമൊക്കെ വരട്ടെ." ആ പറഞ്ഞതിൽ എന്തോ ഒന്നില്ലേ? ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു. അമ്മ സാരിത്തുമ്പെടുത്ത് മുഖമെല്ലാം തുടച്ചു. അപ്പോൾ സാരിയുടെ ഇടയിലൂടെ ആ വൈശാലി ഞാൻ കണ്ടു. എനിക്ക് അത് കണ്ട് വല്ലാതെയായി. എന്റെ ആ നോട്ടം അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാകണം അമ്മ സാരിത്തുമ്പ് താത്തിടാതെ വീണ്ടും വീണ്ടും മുഖം തുടച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് എന്നെ നോക്കി പറഞ്ഞു, "എനിക്ക് മനസ്സിലായി." അതും പറഞ്ഞൊരു കള്ളച്ചിരിയോടെ അമ്മ അടുക്കളയിലേക്ക് പോയി. ഞാനൊരു ചെറിയ ചമ്മലോടെ അസ്തപ്രജ്ഞനായി അമ്മയെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു.